ഹലോ, അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ നെല്ല് കുത്തിയിട്ടുള്ള ആ ഒരു അരി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ദോശ ഉണ്ടാക്കി. അധികം ആർക്കും അറിയില്ല കേട്ടോ ഇങ്ങനെ ഒരു ദോശ ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ നെല്ലുത്തരി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ദോശയാണ്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഈ ഒരു ദോശ ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നെല്ലുത്തരിയും അതുപോലെ തന്നെ 1/2 സ്പൂൺ ഉലുവയും കൂടിയിട്ടാണ് ഞാൻ ചേർത്തിട്ട്. ഉലുവ ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എനിക്കിഷ്ടമാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഉലുവ ഉഴുന്ന് വെച്ച് ചെയ്യുകയാണെങ്കിലും അവരിന്നൊരു 4 മണി ഉലുവ ചേർക്കും. അതിനൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദോശയ്ക്ക് നമ്മൾ നെല്ലുത്തരി വെച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് തോന്നൂല. നെല്ലുത്തരി വെച്ച് ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആവുന്ന പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അരി കുതിർത്ത ശേഷമാണ് കേട്ടോ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ അരി എടുത്തിട്ടുണ്ട്, 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് 1/2 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉലുവയും അരിയും കൂടി കുതിർത്ത് അതിൽ വെള്ളം എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടാണ് കുതിർത്തിട്ടുള്ളത്. എന്നിട്ട് അതിലെ വെള്ളം എല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു രാവിലെ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് കുതിർക്കുന്ന സമയത്ത് ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ആയാൽ മതി. നല്ലോണം പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ കുതിർത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു നെല്ലിൻ്റെ അരി നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയിട്ടുള്ള നെല്ലിൻ്റെ അരിയാണ്, നെല്ലുത്തരി. അപ്പോൾ അതിതാ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് 2 തവണ അരയ്ക്കാനുള്ള അരി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 തവണ അരയ്ക്കുകയാണ്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചോറ് എടുക്കണം. നമ്മൾ അരി എടുത്തിട്ടുള്ള ആ ഒരു അളവ് നോക്കുകയാണെങ്കിൽ ഒരു 1/2 കപ്പ് ഉണ്ടാവും ഈ ഒരു ചോറ് കേട്ടോ. 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 1/2 കപ്പ് ചോറ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ അരി കുറയ്ക്കുന്ന സമയത്ത് അരിയുടെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ അളവും ഒക്കെ കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഉലുവയും അതുപോലെ ഈ ഒരു 3 കപ്പിലേക്കാണ് ഉലുവ 1/2 സ്പൂൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും ചേർക്കണ്ട, ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാകും കേട്ടോ. ഇപ്പം ഞാൻ ഈ വെള്ളം ഒഴിച്ച കപ്പുണ്ടല്ലോ, ആ ഒരു കപ്പിലാണ് 3 കപ്പ് അരി എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഒത്തിരി അങ്ങോട്ട് ലൂസാക്കിയിട്ട് പോവരുത് കേട്ടോ. ഒരുപാട് ലൂസല്ലാത്ത രീതിയിൽ അരച്ചെടുക്കണം. അപ്പോൾ അത് ആദ്യത്തെ ബാറ്റർ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഇനോയോ ഒന്നും ചേർക്കുന്നില്ല, അതൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചോറ് ലേശം ചേർത്ത് കൊടുക്കാം. പിന്നെ എന്താ, ഞാൻ ബാക്കിയുള്ള ചോറും ഇതിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തതും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ കട്ടി കൂടുതലുണ്ടോ കുറവുണ്ടോ നോക്കിയതിൻ്റെ ശേഷം മാത്രം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്കിത് കുറച്ച് കട്ടി ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു മിക്സിയുടെ ജാറിലത്തെ ആദ്യം നമുക്കൊന്ന് വടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് മതി വെള്ളം ഒഴിച്ച് കൊടുക്കൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ ഒത്തിരി അങ്ങോട്ട് കട്ടിയല്ല. അപ്പം ഞാനിത് മിക്സിയുടെ ജാറിൽ നിന്ന് കൈ വെച്ചിട്ട് തന്നെയാണ് ജസ്റ്റ് ഒന്ന് വടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കൈയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി നമ്മുടെ ഈ ഒരു ബാറ്റർ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നിർബന്ധമായിട്ടും ചെയ്യണം. കൈ വെച്ചിട്ട് നല്ലോണം അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ഒരു ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പതഞ്ഞ് പൊങ്ങി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. രാത്രിയാണ് അരച്ചിട്ടുള്ളത്. രാത്രി അരച്ചിട്ട് നമുക്ക് രാവിലെ എടുക്കാം കേട്ടോ. അപ്പം ഞാനിത് കിടക്കാൻ പോകുന്ന സമയത്ത് രാത്രിയിലാണ് കേട്ടോ മാവ് അരച്ച് വെച്ചിട്ടുള്ളത്. ഇപ്പം നല്ല ചൂടുള്ള സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് മാവ് നല്ലോണം തന്നെ നമുക്ക് പതഞ്ഞ് പൊങ്ങി കിട്ടും കേട്ടോ. കണ്ടോ, ഇത്രത്തോളം നമുക്ക് പതഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ഈസ്റ്റ് ചേർത്തില്ല, ഉഴുന്ന് ചേർത്തിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു കുറവുണ്ടായിരിക്കും. നമ്മൾ സാധാരണ അട്ടി വെക്കുന്ന സമയത്ത് നല്ലോണം പതഞ്ഞ് പൊങ്ങി വരുമല്ലോ, അത്രത്തോളാണ്ട് വരുമൊന്നുമില്ല. അപ്പോൾ അത് കണ്ടോ, നല്ല പതഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവും പൊങ്ങി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നല്ല പതഞ്ഞ് സോപ്പ് പത പോലെ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് കേട്ടോ. പതഞ്ഞ് നല്ലോണം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ട. നമ്മളിതിൽ അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ.
അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഞാനിതാ ദോശച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രൈ പാനിലോ എന്തിലാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ അത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ദോശച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ദോശച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ചൂടായ ശേഷം പിന്നെ നമുക്ക് ഇത് കത്തിക്കുന്ന സമയത്ത്, ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് തീ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ വേവാത്തതുപോലെ ഉണ്ടാവും, വെള്ള കളറിൽ ഉണ്ടാവും കേട്ടോ. അതുപോലെ നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ച് ജസ്റ്റ് ചുറ്റിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ ആ ചുറ്റിച്ച് അപ്പോൾ തന്നെ ഹോൾസൊക്കെ വന്നു തുടങ്ങും. ആ ഒരു സമയം തന്നെ നമുക്ക് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അരിപ്പൊടിയും ഒക്കെ വെച്ചിട്ട് പച്ചരിപ്പൊടിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഹോൾസൊക്കെ കംപ്ലീറ്റ് വരാൻ വേണ്ടി നിൽക്കാറുണ്ടല്ലോ. എന്നിട്ട് മൂടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ബാറ്റർ ചെയ്യുന്ന സമയത്ത്, ഈ ഒരു അരിയിൽ ചെയ്യുന്ന സമയത്ത് മുഴുവൻ ഹോൾസും വരാൻ വേണ്ടി നിൽക്കണ്ട. ഇതുപോലെ ഒന്ന് പരത്തിയതിൻ്റെ ശേഷം ഞാനൊരു ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മക്കൾക്ക് ഇഷ്ടം അങ്ങനെ ഉള്ളതുകൊണ്ടാട്ടോ. ഓയിലോ നെയ്യോ ചെയ്ത് കൊടുക്കുക. ഇത്തിരി നെയ്യൊക്കെ ഒന്ന് മെൽറ്റാക്കിയിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ തന്നെ മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതാ നമ്മുടെ ദോശ റെഡിയാവും. അപ്പോൾ നമ്മളിത് കത്തിച്ച് കൊടുക്കുന്ന സമയത്ത് തീയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഗ്യാസിലാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഒന്നുകിൽ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസ് കിട്ടിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് അടുപ്പത്ത് തന്നെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2 കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ആ 2 കമൻറ്റ് കണ്ട് ഞാൻ പറയാറുണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ട്. ഇപ്പം ഞാൻ 2 കമൻറ്റ് കണ്ടു. പക്ഷേ അവർ ആ കമൻറ്റ് ഇട്ടതും ഞാൻ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്താണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഓരോന്നും ടാഗ് എഴുതി ചേർക്കുന്നൊക്കെ ആ ഒരു ടൈമിൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നോട്ടി കണ്ടപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീതനേൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ അതിനെ പറയുക, അടുപ്പിൻ്റെ ആ ഒരു ഫ്രെയിം ഉണ്ടല്ലോ ഇരുമ്പിൻ്റെ. അപ്പോൾ അത് പറഞ്ഞ് അതൊക്കെ ഒന്ന് കളർ കൊടുത്തൂടെ, അല്ലെങ്കിൽ അതൊന്ന് പുതുക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എൻ്റെ വ്ളോഗ് കണ്ടിരുന്നവർക്ക് അറിയാം കേട്ടോ, ഞാൻ താമസിക്കുന്നത് വാടകയ്ക്കാണ്, ക്വാർട്ടേഴ്സിലാണ് കേട്ടോ. അപ്പോൾ വാടക വീട് ഇപ്പോൾ നമ്മൾക്ക് പൊളിച്ച് പണിത് റെഡിയാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പൊളിച്ചൊക്കെ പണിത് പുതുക്കാൻ പറ്റിയ ഇതുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം വാങ്ങാമല്ലോ. അപ്പോൾ എന്തായാലും വീട് വാടകയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അവരെ കമൻറ്റ് ഇട്ടു, പക്ഷേ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അതാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ദോശ. നമ്മളെ ഉഴുന്ന് ദോശേൻ്റെ അതേ സ്മെല്ലിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെല്ലുത്തരിയൊക്കെ കിട്ടുന്ന സമയത്ത് നെല്ലുത്തരി നമ്മൾ കുതിർത്തിട്ടും അതുപോലെ തന്നെ പൊടിപ്പിച്ചിട്ടും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അതുപോലെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് നുറുങ്ങ് അരിയൊക്കെ കിട്ടുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുതിർത്തിട്ട് ഇങ്ങനെ ഒരു ദോശ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലോണം വെന്തിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി, മുഴുവനും ആവാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവും. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടി അടിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വ്ളോഗ് ചെയ്തിട്ടുണ്ട്, അതും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും, ഓരോ റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇൻഷാ അല്ലാ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.